കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴിന്നൊരു 2-3 സ്ലൈസ് ബ്രെഡും ഒരു ചോക്ലേറ്റ്, അത് 20 രൂപയുടെ ഒരു ഡയറി മിൽക്കൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. പെട്ടെന്നൊരു മധുരം കഴിക്കണമെങ്കിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ നമ്മൾ ആഡഡ് ഷുഗർ ഒന്നും ചേർക്കുന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഒരു 3 സ്ലൈസ് ബ്രെഡ് എടുക്കുന്നുണ്ട്. ഞാൻ എടുത്തേക്കുന്ന വീറ്റ് ബ്രെഡാണ്. നിങ്ങൾക്ക് ഏത് ബ്രെഡിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ 3 ബ്രെഡ് വെച്ച് ഒരു അത്യാവശ്യം ഒരു 10-12ഓളം സ്നാക്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അധികം വേണമെങ്കിൽ കൂടുതൽ ബ്രെഡ് എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി ഈ ബ്രെഡ് നന്നായിട്ട് അതിലേക്കൊന്ന് മുക്കി നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കണേ. ഇതുപോലെ ഒന്ന് കുതിർത്തെടുത്തിട്ട് ഇനി ഈ ബ്രെഡിലെ വെള്ളമെല്ലാം നമ്മൾക്ക് കൈ വെച്ച് തന്നെ ഇങ്ങനെ അമർത്തി അങ്ങ് കളയണേ. നന്നായിട്ട് ആ വെള്ളമെല്ലാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി എടുക്കാം. ഇനി ആ വെള്ളം ഞാനങ്ങ് കളയുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്നങ്ങ് കുഴച്ചെടുക്കാം കൈ വെച്ച് തന്നെ നന്നായിട്ട്. കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിന്നു തീർക്കും കേട്ടോ. പിന്നെ അതുപോലെ സ്നാക്സ് ബോക്സിലൊക്കെ നമുക്ക് കൊടുത്തു വിടാം. പിന്നെ നമുക്കും പെട്ടെന്നൊരു മധുരമൊക്കെ കഴിക്കണമെങ്കിൽ എന്നാൽ അധികം മധുരം നമ്മൾ ആഡഡ് ആയിട്ട് ഒന്നും മധുരം അധികം ചേർക്കുന്നുമില്ല, എന്നാൽ നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം നമ്മൾ ചേർക്കുന്ന ചോക്ലേറ്റിൽ മധുരം ഉണ്ട്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, എക്സ്ട്രാ നമ്മളൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ അതാണ്ട് ഇതിനി ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കാം കേട്ടോ. ഞാനിതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ ഉണ്ടകളാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് ഇങ്ങനെ ഒന്ന് ആക്കിയെടുത്തിട്ട് കൊണ്ടുവരാവേ. അപ്പോൾ അതാണ്ട് ഞാൻ എല്ലാം ഇങ്ങനെ ഒന്ന് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്ത് വെച്ചേക്കുന്ന 20 രൂപയുടെ ഡയറി മിൽക്ക് ഒരു ബൗളിലിട്ട് ഇതൊന്ന് മെൽറ്റ് ആക്കാൻ വെക്കുന്നുണ്ട്. കുറച്ച് ചൂടുവെള്ളത്തിൽ ഒന്ന് എടുത്ത് വെച്ചാൽ മതി. ഇനി അതൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും എണ്ണയിലേക്ക് നമ്മുടെ ഈ ബോൾസ് ഒക്കെ ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഞാൻ ആ ഇടുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. ഇതുപോലെ ഈ ബോൾസ് ഇട്ടിട്ട് ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടും. ഒരുപാട് കരിഞ്ഞൊന്നും പോരുത് കേട്ടോ. ചെറുതായിട്ട് കളറൊന്ന് മാറ്റിയെടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ഹൈ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്ത് ഇതൊന്നങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ദാണ്ട് ഇതൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ആ കളറൊക്കെ കണ്ടോ, ഇതുപോലെ ഇരിക്കണേ. ഇനി നമുക്കിത് ഈ എണ്ണയിൽ നിന്ന് അങ്ങോട്ട് കോരി മാറ്റി വെക്കാം. ഇപ്പോൾ ദാണ്ട ഞാൻ എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തണുത്ത് വരുമ്പോഴേക്കുവേ നമ്മളിവിടെ മെൽറ്റാക്കി വെച്ചേക്കുന്ന ചോക്ലേറ്റ് ഉണ്ടല്ലോ, ആ ചോക്ലേറ്റ് മാത്രമല്ല അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചൂടുവെള്ളം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഓരോ ബോൾസും എടുത്തിട്ട് അതിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് നന്നായിട്ടൊന്ന് അങ്ങ് മുക്കിയെടുക്കാം, കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്നങ്ങ് കോട്ട് ചെയ്ത് എടുത്ത് നമുക്ക് മാറ്റി വെക്കണേ. ആണ്ടെ ഇതുപോലെ ഞാനൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് വെക്കാം. അതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ അതാണ്ട് എല്ലാം ഞാൻ അതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ആക്കിയിട്ട് കഴിക്കാം. ഞാൻ എന്തായാലും കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 2-3 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ ദാണ്ട ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അധികം ചേരുവയൊന്നും വേണ്ട, നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ട്രൈ ആക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ.